ഇനി നെക്സ്റ്റ് നമ്മൾ ബോയൻസി മെഷർ ചെയ്യുന്നത് ആർക്കിമിഡീസ് പ്രിൻസിപ്പിളും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലെ. ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്താണെന്ന് പറഞ്ഞു. ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ കണ്ടുപിടിച്ചത് എന്തായിരുന്നു? ആർക്കിമിഡീസ് കണ്ടുപിടിച്ച കാര്യം ആർക്കിമിഡീസ് കണ്ടുപിടിച്ചത് എന്തായിരുന്നു? പുറത്തേക്ക് ഒഴുകുന്ന വെള്ളം അല്ലെ, എമൗണ്ട് ഓഫ് ദ വാട്ടർ ഡിസ്പ്ലേസ്ഡ് ഓർ ദ വെയിറ്റ് ഓഫ് ദ വാട്ടർ ഡിസ്പ്ലേസ്ഡ് is equal to buoyancy. Amount of water displaced is equal to buoyancy എന്നാണ് നമ്മളെ ആർക്കിമിഡീസ് കണ്ടുപിടിച്ചത്. സോ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഫ്ലോട്ടേഷനെ കുറിച്ചാണ്. സോ ഫ്ലോട്ടേഷൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് ക്ലോസ് ചെയ്തത്. ഓക്കെ, സോ ഫ്ലോട്ടേഷൻ ക്യാൻ സി ടെക്സ്റ്റ് ബുക്ക് എല്ലാവരുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കുന്നു. ടെക്സ്റ്റ് ബുക്കിലേക്ക് നോക്കുക. ടെക്സ്റ്റ് ബുക്കില് 12th പേജിലെ ഫിഗർ നോക്കുക. ഫിഗർ 1.7 നോക്കിക്കഴിഞ്ഞാൽ ഒരു അലൂമിനിയം ഫോയിലിനെ കാണാൻ പറ്റും. ഒരു അലൂമിനിയം ഫോയിലാണ് ഫിഗർ 1.7 ഉള്ളത്. അലൂമിനിയം ഫോയിലിനെ ഒരു റെക്ടാങ്കുലർ ഷേപ്പിലേക്ക് മാറ്റി അല്ലെങ്കിൽ ഒരു സ്ക്വയർ പീസ് അലൂമിനിയം ഫോയിൽ എടുക്കുന്നു. അതിന്റെ സൈഡുകൾ 4 സൈഡുകളും ജസ്റ്റ് ആയി എന്ത് ചെയ്യുന്നു? നമ്മള് പറഞ്ഞിരുന്നു ബിരിയാണിന്റെ പോട്ട് അല്ലെങ്കിൽ പാത്രം അല്ലെ, ഫോയിൽ പേപ്പർ കവർ ചെയ്യുന്ന പോലെ 4 സൈഡുകളും ചെറുതായിട്ട് മടക്കി ഒരു ട്രേ പോലെ ആക്കുകയാണ്, ഒരു വെസല് പോലെ ആക്കുക. ദെൻ ആ വെസലിനെ നമ്മൾ വാട്ടർ സർഫസിലേക്ക് ഇടുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്ടാവുക? ആ ഫോയില് ആ വെസല് പൊങ്ങിക്കിടക്കും അല്ലെ. ഇനി അതേ ഷീറ്റ് തന്നെ മടക്കി ഫോൾഡ് ചെയ്ത് ചെറിയ ഒരു പീസാക്കി മാറ്റി, ചെറിയ ഒരു ഫോയിൽ പീസാക്കി മാറ്റി, ദെൻ സെയിം പീസ് പുട്ട് ഇൻ ദ വാട്ടർ. സോ വാട്ട് വിൽ ബി ദ ചേഞ്ച്? എന്തായിരിക്കും ഡിഫറൻസ്? നമുക്കറിയാം ഫസ്റ്റ് വണ് ട്രേ ആണെങ്കിൽ, വെസൽ ആണെങ്കിൽ ഇറ്റ് വിൽ ഫ്ലോട്ട് ഓൺ ദി വാട്ടർ. ആൻഡ് സെക്കൻഡ് വൺ ആണെങ്കിൽ അതെന്ത് ചെയ്യും? അത് സിങ്ക് ചെയ്ത് പോകും അല്ലെ, വെള്ളത്തിൽ സിങ്ക് ചെയ്ത് പോകും. അപ്പൊ ഈ എക്സ്പെരിമെന്റ് ആണ് നിങ്ങൾക്ക് അതിൽ കാണിച്ചിട്ടുള്ളത്. യെസ്, ഫ്ലോട്ട് ആൻഡ് സിങ്ക്. ഇനി നിങ്ങളോട് ചോദിച്ചിരിക്കുന്ന 2 ക്വസ്റ്റ്യൻസ് അവിടെ ഉണ്ട്. വെൻ ദി അലൂമിനിയം ഫോയിൽ വാസ് ഇൻ ദ ഫോം ഓഫ് എ വെസൽ ആൻഡ് ദെൻ ഫോൾഡ് into a piece, was there is any change in mass and weight? Was there is any change in the mass and weight? മാസിൽ വ്യത്യാസം ഉണ്ടോ? ഇല്ല. No. Yes, very good Ananya. No, there is no change in mass and weight. Yes, very good. മാസിനും പിന്നെ എന്തിനും ഇല്ല, അതിലെ വെയിറ്റിനും ഡിഫറൻസ് ഒന്നും ഇല്ല. പക്ഷെ പിന്നെ എന്താണ് ഡിഫറൻസ്? What about its volume? And will there is any change in its density then? Yes. Is the density? Yes, volume changes. അല്ലെ, നമ്മളൊരു പാത്രം എടുക്കുകയാണെങ്കിൽ അതിന് നിൽക്കാനുള്ള ഓക്യുപ്പൈ ചെയ്യാനുള്ള സ്പേസിനെയാണ് നമ്മൾ വോളിയം എന്ന് പറയുന്നത്. ഓക്കെ, വോളിയം. ആ വോളിയം 2 കേസിലും ഡിഫറെന്റ് ആണ്. യെസ്, വോളിയം ഡിഫറെന്റ് ആണ്. വോളിയം ഡിഫറെന്റ് ആകുമ്പോൾ അതിന്റെ ഡെൻസിറ്റിയും ഡിഫറെന്റ് ആണ്. നമുക്കറിയാം ഡെൻസിറ്റി ഇസ് മാസ് ബൈ വോളിയം ആണ്. മാസിന് ചേഞ്ച് ഇല്ല, വോളിയത്തിനാണ് ചേഞ്ച്. സോ ഡെൻസിറ്റി ഇസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണ്. സോ വോളിയത്തിന് ചേഞ്ച് സംഭവിക്കുമ്പോൾ ആർക്ക് ചേഞ്ച് സംഭവിക്കുന്നു? ഡെൻസിറ്റിക്ക് ചേഞ്ച് സംഭവിക്കും. ഓക്കെ, അപ്പൊ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു എടുത്തു കഴിഞ്ഞാൽ അതിലടങ്ങിയിരിക്കുന്ന കണ്ടന്റുകളുടെ എണ്ണമാണ്, തിക്നെസ് ആണ്, അല്ലെങ്കിൽ ആ മോളിക്യൂൾസ് എത്രത്തോളം അടുത്തടുത്താണ് നിൽക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഡെൻസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമ്മളതിനെ പിന്നെ ഫോയിലെ ക്രംബിൾ ചെയ്ത് ഇങ്ങനെ ജസ്റ്റ് ചുരുട്ടി പിടിക്കുകയാണെങ്കിൽ അതിൽ ആ ചെറിയ ഒരു ഏരിയയിൽ അടങ്ങിയിരിക്കുന്ന സ്പേസിലെ മോളിക്യൂൾസ് കൂടുതലാണ് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് ഡെൻസിറ്റി കൂടുതൽ പറയുന്നത്. ഇനി വോളിയം കുറയുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡെൻസിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു വോളിയം. ഇൻവേഴ്സ്ലി പ്രപ്പോർഷൻ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി കുറയുക. ഇപ്പൊ നമ്മൾ ബലൂണിനെ വീർപ്പിച്ച് വെച്ചിട്ടുണ്ട്, അതിന് ഒരു ഡെൻസിറ്റി ഉണ്ടല്ലേ, ഒരു വോളിയം ഉണ്ട്. വോളിയം എന്ന് പറഞ്ഞാൽ അതിനെ ഒക്യുപ്പൈ ചെയ്യാനുള്ള സ്പേസ് അല്ലെ. അപ്പൊ ആ ബലൂണ് വീർപ്പിച്ചു കഴിഞ്ഞാൽ അത്രയും സ്പേസിലാണ് അത് അത്രയും എയർ നിൽക്കുന്നത്. അപ്പൊ ആ എയറിൽ മോളിക്യൂൾസ് നിൽക്കുന്നത് കുറച്ച് വിട്ടുവിട്ടാണ് അല്ലെ, അതിന് സ്പേസ് ഉണ്ട്. അതാണ് അതിന്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ. എന്ന് വെച്ചാൽ ഒരു സ്ക്വയർ സെന്റിമീറ്ററിൽ അല്ലെങ്കിൽ സ്ക്വയർ മീറ്ററിൽ അടങ്ങിയിരിക്കുന്ന മോളിക്യൂൾസിന്റെ എണ്ണമാണ് ഡെൻസിറ്റി. ഇനി നമ്മള് വോളിയത്തിനെ കുറക്കുക. ബലൂണിനെ എല്ലാ ഭാഗത്തുനിന്നും ഫോഴ്സ് ചെയ്തു, ബലൂണ് ചെറുതായി വിചാരിച്ചു, ചെറുതായി അമർത്തി പിടിച്ചു. അപ്പൊ എന്താ ഉണ്ടാവുക? വോളിയം കുറഞ്ഞു അല്ലെ. എന്ന് വെച്ചാൽ അതിന് നിൽക്കാനുള്ള സ്ഥലം കുറച്ച് മതി അമർത്തി പിടിക്കുമ്പോ.
കുറച്ച് മതി. പക്ഷേ അതിലെ മോളിക്യൂൾസ് എന്ത് സംഭവിച്ചു? മോളിക്യൂൾസിന് അതിലെ മോളിക്യൂൾസ് അല്ലെങ്കിൽ ആറ്റംസ് അടുത്തടുത്തേക്ക് വന്നു. അപ്പൊ നമ്മൾ ഒരു മീറ്റർ നേരത്തെ ചെയ്ത പോലെ ഇത്രയും നേരത്തെ ചെയ്ത അതേ യൂണിറ്റ് മെഷർമെന്റ്, ഒരു നീളം വീതിയും 1 മീറ്റർ നീളം 1 മീറ്റർ വീതിയും 1 മീറ്റർ ഹൈറ്റും ഉള്ള ക്യൂബ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ അടങ്ങിയിരിക്കുന്ന മോളിക്യൂൾസിന്റെ എണ്ണം കൂടി അല്ലേ? അപ്പൊ ഡെൻസിറ്റി കൂടി, ഡെൻസർ ആണ്, തിക്കർ ആണ്. നമുക്കറിയാം ബലൂൺ കുറച്ച് കഴിഞ്ഞാൽ പൊട്ടുന്നു, അതിൽ നിൽക്കാനുള്ള ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊട്ടും. അപ്പൊ വോളിയം കുറഞ്ഞു കഴിഞ്ഞാൽ ഡെൻസിറ്റി കൂടും. അതാണ് ഇതെന്ന് മനസ്സിലാക്കുന്നത്. ദാറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ, വിപരീത അനുപാതം എന്നാണ് മലയാളത്തിൽ പറയുന്നത്. ഇൻവേഴ്സ്ലി, ഒരാൾ കൂടുമ്പോൾ മറ്റേ ആൾ കുറയും. ഓക്കെ, അപ്പൊ ഇതാണ് ഈ ഫസ്റ്റ് കേസിൽ വരുന്നത്. ഓക്കെ, ഇനി അതിനെ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ, ഒരു ടേബിളർ കോളം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, ടേബിൾ 1-6. അതിന്റെ മുകളിലായിട്ട് കുറച്ച് കാര്യങ്ങളെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യേണ്ടതാണ്. ഞാൻ വീണ്ടും പറയാണ്, എക്സ്പെരിമെന്റ് ചെയ്ത് കണ്ടുപിടിക്കേണ്ടതാണ്. പക്ഷെ നമുക്ക് ഇത് ഇവിടെ എക്സ്പെരിമെന്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ എടുത്തിട്ടാണ് എക്സ്പെരിമെന്റ് ചെയ്യേണ്ടത്. സോ ജസ്റ്റ് എക്സാമിൻ ദ റീസൺ ഫോർ ദിസ് ബൈ മീൻസ് ഓഫ് എൻ എക്സ്പെരിമെന്റ്. പുട്ട് എ പീസ് ഓഫ് സ്റ്റോൺ, ഒരു കഷ്ണം കല്ലെടുക്കുക, ദെൻ വുഡ്, ദെൻ റബ്ബർ, ദെൻ കോർക്ക്. അപ്പൊ ഒരു കല്ല്, ഒരു വുഡ്, ഒരു റബ്ബർ, ഒരു കോർക്ക്. ഇത് 1 by 1 നമ്മൾ വാട്ടറിലേക്ക്, ഒരു ബീക്കറിൽ അല്ലെങ്കിൽ ഒരു ബോക്സിൽ, പിന്നെ കപ്പിൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇട്ടുക. നമുക്ക് കാണാൻ പറ്റും സം ഓബ്ജക്ട്സ് ഇൻ ദിസ് ഗ്രൂപ്പ് ഇസ് ഫ്ലോട്ട് ഓൺ ദി വാട്ടർ ആൻഡ് സം ആർ സിങ്ക് ഇൻസൈഡ് ദ വാട്ടർ. അപ്പൊ ആരൊക്കെ സിങ്ക് ചെയ്യും നിങ്ങൾക്ക് അറിയാം. ഇതിലിപ്പോ ആരൊക്കെയാ സിങ്ക് ചെയ്യാം? ആരൊക്കെ സിങ്ക് ചെയ്യാം? ഒരു സ്റ്റോൺ ഉണ്ട്, വുഡ് പീസ് ഉണ്ട്, റബ്ബർ ഉണ്ട്, റബ്ബർ കോർക്ക് ഉണ്ട്, ദെൻ റബ്ബർ ഉണ്ട്, ദെൻ കോർക്ക് ഉണ്ട്. ഇത് വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആരാണ് സിങ്ക് ചെയ്ത് പോവുക? റബ്ബർ സിങ്ക് ചെയ്ത് പോവുക. റബ്ബർ എന്ന് പറയുമ്പോൾ വലിയ പ്രശ്നമുണ്ട്. റബ്ബർ പറയുമ്പോൾ നിങ്ങൾ റൈസറിനെ ആയിരിക്കും കൊടുക്കുന്നുണ്ട്, അതല്ല റബ്ബർ കേട്ടോ. റബ്ബർ ഷീറ്റ് പോലത്തെ സാധനം. യെസ്, വെരി ഗുഡ്. സ്റ്റോണ്, വുഡിന്റെ പ്രശ്നം എന്താ വെച്ചാല്, വുഡ് ഉണങ്ങിയ ചെറിയ പീസ് ആണെങ്കിൽ എന്ത് ചെയ്യും? ഫ്ലോട്ട് ചെയ്യും. നല്ല പച്ചയായ വുഡിന്റെ കഷ്ണാണെങ്കിൽ അതെന്ത് ചെയ്യും? സിങ്ക് ചെയ്ത് പോകും അല്ലെ? അപ്പൊ നമ്മൾക്ക് ചില ഓബ്ജക്റ്റുകൾ, യെസ് വെരി ഗുഡ്, നമുക്ക് ചില ഓബ്ജക്റ്റുകള്, ഓക്കെ, മാർബിളിനെ ഞാൻ പറഞ്ഞില്ല അനന്യ, മാർബിളിനെ ഞാൻ പറഞ്ഞില്ല, ഞാൻ കോർക്കിനെ പറഞ്ഞു. കോർക്കും ഒരു പ്ലാസ്റ്റിക് പോലെ, കോർക്ക് നമ്മൾ മൂടിയൊക്കെ ടൈറ്റ് ചെയ്യുന്ന കോർക്കില്ലേ, അതാണ് കോർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോ ഈ 4 എന്നുള്ളത് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് തന്നതാണ്. ഇതല്ലാതെ വേറെ ഓബ്ജക്റ്റുകളും എടുക്കാം. അപ്പൊ നമുക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ ചില ഓബ്ജക്റ്റ് ഫ്ലോട്ട് ചെയ്യുന്നു, ചില ഓബ്ജക്റ്റ് സിങ്ക് ചെയ്യുന്നു അല്ലെ? ഇനി നമ്മൾ ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു എക്സ്പെരിമെന്റ് ആണ്. നമ്മൾ നേരത്തെ ചെയ്ത പോലത്തെ എക്സ്പെരിമെന്റ് ആണ് ഇവിടെയും ചെയ്യേണ്ടത്. അപ്പൊ ടേബിളർ കോളം ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കാം. ടേബിളർ കോളം നന്നായിട്ട് ശ്രദ്ധിക്കാം. ടേബിളർ കോളത്തിൽ ഫസ്റ്റ് തന്നിട്ടുള്ള ബോഡിയാണ്. നമുക്ക് തന്നിട്ടുള്ള ഒബ്ജക്റ്റുകളെയാണ് ഇവിടെ എഴുതേണ്ടത്. നെക്സ്റ്റ് നമ്മൾ ഫസ്റ്റിലേ ചെയ്യുന്ന പ്രോസസ്സ് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. അതില് വെയിറ്റ് ഇൻ എയർ എടുക്കുക എന്ന് വെച്ചാൽ ഇവിടെ തന്നിട്ടുള്ള സ്റ്റോണ്, വുഡ്, റബ്ബർ, കോർക്ക്, ഇവയുടെ വെയിറ്റ് ഇൻ എയർ എടുക്കുന്നു. ഓക്കെ, രണ്ടാമത്തത് നമ്മള് വെയിറ്റ് ഇൻ വാട്ടർ ആണ് പറഞ്ഞത്. വെയിറ്റ് ഇൻ വാട്ടർ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ. യെസ്, നെക്സ്റ്റ് ബൊയാൻസി കാൽക്കുലേറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് ബൊയാൻസി കിട്ടുമല്ലോ അല്ലെ? ഇനി മറ്റൊരു കാര്യം ഇവിടെ എക്സ്ട്രാ പറയുന്നുണ്ട്, അറിയോ? നമ്മളൊക്കെ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന കാര്യമാണ്. നമ്മൾ ആർക്കിമിഡീസിൽ ചെയ്ത പോലെ വെയിറ്റ് ഓഫ് ദ വാട്ടർ ഡിസ്പ്ലേസ്ഡ്, പുറത്തേക്ക് ഒഴുകിയ വെള്ളം, വെയിറ്റ്, അതിന്റെ വെയിറ്റ് ഓഫ് ദ വാട്ടർ ഡിസ്പ്ലേസ്ഡ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും വെയിറ്റ് ഓഫ് ദ വാട്ടർ ഡിസ്പ്ലേസ്ഡ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ആർക്കിമിഡീസിന്റെ പ്രിൻസിപ്പിൾ തന്നെ ചെയ്യണമെന്നില്ല. അപ്പൊ ഇവിടെ നമ്മൾ എടുക്കുന്നത് ഇങ്ങനെ ഇത്രപ്പുള്ള വെള്ളമാണെങ്കിൽ, ലെവലാണെങ്കിൽ, ഈ ലെവൽ ഓഫ് വാട്ടർ എത്രത്തോളം ഉയർന്നു നോക്കിയാൽ മതി. ഡിസ്പ്ലേസ് ചെയ്യാൻ ജസ്റ്റ് മാറുക, പൊങ്ങുക കേട്ടോ. പക്ഷെ നമുക്ക് ഇത്രയും വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ ആ വെള്ളത്തിന് മാത്രം എടുത്തിട്ട് വെയിറ്റ് എടുക്കാൻ ബുദ്ധിമുട്ടായത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പുറത്തേക്ക് ഒഴുകുന്ന ഒരു അപ്പാരറ്റസ് വെച്ചിട്ട് നമ്മൾ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കറക്റ്റ് ലെവൽ എടുത്തിട്ട് വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ കേസിലെല്ലാം നമ്മൾ നേരത്തെ റിപ്പീറ്റ് ചെയ്ത കാര്യം തന്നെയാണ്. അപ്പൊ വീണ്ടും പറയണില്ല. സോ നമ്മൾക്ക് ഇവിടുന്ന് മനസ്സിലാകുന്ന ഒരു
പിന്നെ പ്രോപ്പർട്ടിയാണ് നമ്മൾ പിന്നെ ഫ്ലോട്ടേഷന്റെ പ്രിൻസിപ്പിൾ ആയിട്ട് പറയുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ എക്സ്പെരിമെന്റ് വരുന്നത് ഇത് വെച്ചിട്ടാണ്. അപ്പൊ നമുക്ക് കാണാം ചില ഓബ്ജക്റ്റുകൾ സിങ്ക് ചെയ്ത് പോകുന്നതായിട്ട് കാണാം, ചില ഓബ്ജക്റ്റുകൾ ഇതിന്റെ നേരെ ഫ്ലോട്ട് ചെയ്യുന്നതായിട്ടും കാണാം അല്ലെ. അപ്പൊ ഫ്ലോട്ട് ചെയ്യുന്ന ഓബ്ജക്റ്റ് ഈ ടേബുലാർ കോളം ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു കോൺസെപ്റ്റ് എന്താന്ന് വെച്ചാല് വെയിറ്റ് ഓഫ് ദ വാട്ടർ ഡിസ്പ്ലേസ്ഡ് ഇസ് ഈക്വൽ ടു ബൊയാൻസി എന്ന്. അപ്പൊ നിങ്ങളുടെ ലാസ്റ്റത്തെ 2 കോളംസ് ലാസ്റ്റത്തെ 2 കോളംസ് ബൊയാൻസി നമ്മൾ എപ്പോഴും ചെയ്യുന്നതാണ്. ബൊയാൻസി നമ്മൾ ചെയ്യുന്നത് അല്ലെ, ഡിഫറൻസ് ഇൻ വെയിറ്റ് ആണ് ബൊയാൻസി. ഈ ബൊയാൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? വെയിറ്റ് ഓഫ് ദ വാട്ടർ ഡിസ്പ്ലേസ്ഡ് ആണ്. ആർക്കിമിഡീസ് പറഞ്ഞ കാര്യം തന്നെയാണ് അല്ലെ. അപ്പൊ നമ്മൾ ഇത്രയും എക്സ്പെരിമെന്റ് ചെയ്ത സമയത്ത് ഫ്ലോട്ട് ചെയ്യുകയാണെങ്കിലും സിങ്ക് ചെയ്യുകയാണെങ്കിലും ഉള്ള കോൺസെപ്റ്റ് ആണ് നമ്മളിവിടെ പറയുന്നത്. വെയിറ്റ് ഓഫ് ദ വാട്ടർ ഡിസ്പ്ലേസ്ഡ് ഇസ് ഈക്വൽ ടു, ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവർ ഇനിയുണ്ടോ? നമുക്ക് PDF തന്നോളൂ കേട്ടോ, സർ PDF തന്നോളൂ, കുഴപ്പമില്ല. അപ്പൊ വെയിറ്റ് ഓഫ് ദ വാട്ടർ ഡിസ്പ്ലേസ്ഡ് ഇസ് ഈക്വൽ ടു ബൊയാൻസി. നമുക്ക് കിട്ടുന്ന ഈ എക്സ്പെരിമെന്റ് ചെയ്താൽ കിട്ടുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാല് വെയിറ്റ് ഓഫ് ദി വാട്ടർ ഡിസ്പ്ലേസ്ഡ്, weight of the water displaced is equal to എന്താണ്? ബൊയാൻസി ഫോഴ്സ് ആണെന്നാണ് നമുക്ക് കിട്ടുന്നത്. weight of the water displaced is equal to buoyancy. Okay, weight of the water displaced is equal to buoyancy. ഇതാണ് നമ്മുടെ എക്സ്പെരിമെന്റ് വെച്ചിട്ട് കിട്ടുന്നത്. ഇനി നിങ്ങൾക്ക് 2-3 ക്വസ്റ്റ്യൻസ് ഇവിടെ താഴെ തന്നിട്ടുണ്ട്. അനാലിസിസ് ദ ടേബിൾ അനലൈസ് ചെയ്ത് നമ്മൾ ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെയാണ്. ഈ ടേബിൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് the weight of the body, then the buoyancy and the weight of the water displaced of the object തമ്മിലുള്ള റിലേഷൻ എന്താണ്? നമ്മൾ അവിടെ എന്ത് എഴുതും? weight of the water displaced is equal to buoyancy. ഈ ഒരു കോൺസെപ്റ്റ് ആണ് ആ ടേബിളർ കോളത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഇനി write down the situation when the body float on the liquid. അതിന് എന്തായിരിക്കും? ഒരു ബോഡി വെള്ളത്തിൽ പൊങ്ങിക്കിടക്കണം എന്നുണ്ടെങ്കിൽ, ഫ്ലോട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന്റെയും കൺസെപ്റ്റ് എന്ത് തന്നെയാണ്? അതിന് കൊടുക്കുന്ന അപ്വേർഡ് ത്രസ്റ്റ് അല്ലെ, ബൊയാൻസിയും അതിന്റെ വെയിറ്റും എന്താകണം? ഈക്വൽ ആയിട്ട് വരുമ്പോഴാണ് അത് ഫ്ലോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം 2 കൺസെപ്റ്റ് ആണ് ഇതിൽ നിന്ന് കിട്ടേണ്ടത് നിങ്ങൾക്ക്. നമ്മൾ ബൊയാൻസിന്റെ കേസിൽ പറയുന്ന സമയത്ത് 2 കേസ്. ഫസ്റ്റ് വൺ ഒരു മിനിറ്റ്. സ്ക്രീന് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? സ്ക്രീന് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ, ക്ലിയർ അല്ലേ? സോ 2 ബോഡികളെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഒന്ന്, ഒരു ബോഡി ഫ്ലോട്ട് ചെയ്യുന്നതാണ്. വാട്ടർ സർഫസിൽ ഒരു ബോഡി ഫ്ലോട്ട് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, രണ്ടാമത്തെ ഫിഗർ ഒരു ബോഡി വെള്ളത്തിൽ പൂർണ്ണമായി സിങ്ക് ചെയ്ത് കിടക്കണം. 2 ഫിഗർ കാണുന്നുണ്ടല്ലോ. ഒന്ന്, ഒരു ബോഡി ഫ്ലോട്ട് ചെയ്യുന്നു, പൊങ്ങിക്കിടക്കുന്നു. രണ്ടാമത്തത് ആ ബോഡി സിങ്ക് ചെയ്യുന്നു, വെള്ളത്തിൽ മുങ്ങിക്കിടക്കണം. ഈ കേസില് 2 കേസിലും വാട്ടർ ഡിസ്പ്ലേസ് ചെയ്യുന്നുണ്ട്. ശ്രദ്ധിക്കണേ, 2 കേസിലും വാട്ടർ ഡിസ്പ്ലേസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് കേസിൽ ബോഡീനെ ഇങ്ങനെ താങ്ങി നിർത്തുകയാണ് ചെയ്യുന്നത് അല്ലെ, ബൊയാൻസി അല്ലെ. എന്ന് വെച്ചാൽ എത്രത്തോളം ബൊയാൻസി ഉണ്ട് അത്രത്തോളം ഇങ്ങനെ പൊക്കി നിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പം ആ ഫ്ലോട്ട് ചെയ്യുന്ന ബോഡിയുടെ വെയിറ്റും ബൊയാൻസിയും ഈക്വൽ ആയതുകൊണ്ടാണ് അത് മുങ്ങിപ്പോവാതെ നിന്നത്. ആണല്ലോ, ഫ്ലോട്ട് ചെയ്ത ഈ ബോഡി, ഓക്കെ, ഫ്ലോട്ട് ചെയ്ത ഈ ബോഡി ഫ്ലോട്ട് ചെയ്ത് നിൽക്കാനുള്ള കാരണം അതിനെങ്ങനെ താങ്ങി നിർത്തിയത് കൊണ്ടാണ്. അപ്പം താഴോട്ട് കൊടുക്കുന്ന അതിന്റെ വെയിറ്റ് ബൊയാൻസി ഫോഴ്സും ഈക്വൽ ആയതുകൊണ്ടാണ് അത് പൊങ്ങിക്കിടക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അതേ സമയത്ത്
നമ്മൾ നെക്സ്റ്റ് ബോഡിനെ നോക്കുകയാണെങ്കിൽ സിങ്ക് ചെയ്യുകയാണെങ്കിൽ അതിലുള്ള പ്രശ്നം അത് മുഴുവനായിട്ട് സിങ്ക് ചെയ്തു അല്ലെ, ദ ഫുള്ളി ഇമേഴ്സ്ഡ് ഇൻ ദ ഫ്ലൂയിഡ് ആണ്. ഇവിടെയും എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ മുഴുവനായിട്ട് സിങ്ക് ചെയ്ത് പോകുമ്പോ അവിടെയും എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഒരു എമൗണ്ട് ഓഫ് വാട്ടർ എന്ത് ചെയ്യുന്നുണ്ട്, പുറത്തേക്ക് ഒഴുകുന്നുണ്ട് അല്ലെങ്കിൽ റൈസ് ചെയ്യുന്നുണ്ട് അല്ലെ. മുഴുവനായിട്ട് സിങ്ക് ചെയ്തതിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്നുണ്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, റൈസ് ചെയ്യുന്നുണ്ട്. സോ ഈ രണ്ട് കേസിലുമുള്ള ഡിഫറൻസ് എന്താന്ന് വെച്ചാല്, ഈ ഫസ്റ്റ് കേസിൽ വെയിറ്റ് ഓഫ് എ ഫ്ലോട്ടിംഗ് ബോഡി ഇസ് ഈക്വൽ ടു ദ വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ആണ്. നമുക്കറിയാലോ, എന്ന് വെച്ചാൽ താങ്ങി നിർത്തുകയാണെങ്കിൽ ആ ബോയാൻസി താങ്ങി നിർത്തുന്ന അതും ആ ഫോഴ്സും മുകളിൽ നിന്ന് കൊടുക്കുന്ന ഫോഴ്സും ഈക്വൽ ആണ്, അതുകൊണ്ടാണ് പൊങ്ങി നിർത്തുന്നത്. രണ്ടാമത്തെ കേസ് എന്താന്ന് വെച്ചാല്, when a body is fully immersed in a fluid, ഫ്ലൂയിഡിൽ മുഴുവനായിട്ട് നിൽക്കുകയാണെങ്കിൽ the volume of the displaced fluid, വോളിയം എത്രത്തോളം വെള്ളം പുറത്തേക്ക് ഒഴുകുന്നു അതിന്റെ വോളിയം will be equal to the volume of the body ആയിരിക്കും. എന്ന് വെച്ചാല് നമ്മളിപ്പോ ഒരു ബലൂണ് അല്ലെങ്കിൽ ഒരു പന്ത് ആണ് വെള്ളത്തിലേക്ക് താഴ്ത്തി വെക്കുന്നത് എങ്കിൽ ആ പന്തിന് നിൽക്കാൻ ആവശ്യമായ മുഴുവൻ സ്ഥലവും ഒഴിവാക്കി കൊടുക്കണ്ടേ? ഈ വെള്ളത്തിൽ മുങ്ങിക്കിടക്കണം എന്നുണ്ടെങ്കിൽ വേണ്ടേ? ആ മുഴുവനായി നിൽക്കാനുള്ള സ്പേസ് മുഴുവൻ പുറത്തേക്ക് കൊടുക്കണം. അതാണ് വോളിയം എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വസ്തു മുഴുവനായി നിൽക്കാനുള്ള സ്പേസിനെയാണ് നമ്മൾ വോളിയം എന്ന് പറയുന്നത്. അപ്പൊ അത്രയും സ്ഥലം ഇവിടെ വെള്ളത്തിൽ ഒഴിവാക്കി കൊടുത്താലല്ലേ ഈ പന്തിന് അല്ലെങ്കിൽ അത് ഏത് വസ്തുവാണോ അതിന് അവിടെ ഉള്ളിൽ നിൽക്കാൻ കഴിയാം, മുഴുവനായിട്ട് സിങ്ക് ചെയ്ത് നിൽക്കാൻ കഴിയാം. അപ്പൊ അത്രയും വെള്ളം ഇവിടുന്ന് ഒഴിവായി പോകണം. എത്ര? ആ വോളിയം. പന്താണെങ്കിൽ പന്ത് ആ ഒബ്ജക്റ്റ് നിൽക്കാനുള്ള അത്രയും വോളിയം, ആ സ്പേസ് ഉള്ള അത്രയും വെള്ളം പുറത്തേക്ക് ഡിസ്പ്ലേസ് ചെയ്യണം. ഓക്കെ, ഇതാണ് ഫ്ലോട്ടേഷൻ പ്രിൻസിപ്പിൾ, പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് കേസിലാണ് നമ്മൾ ഫ്ലോട്ടേഷൻ പ്രിൻസിപ്പിൾ പറയാം. ഓക്കെ, ശ്രദ്ധിക്കുക, രണ്ട് കേസിലാണ് ഫ്ലോട്ടേഷൻ പ്രിൻസിപ്പിൾ പറയാം. യു ക്യാൻ സീ ഇൻ യുവർ പേജ് നമ്പർ 13, പേജ് നമ്പർ 13 ശ്രദ്ധിക്കാം. അതിന് ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് അതിന്റെ ഡെഫിനിഷൻ ഓഫ് പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ പറഞ്ഞിട്ടുണ്ടോ? പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ. പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ എന്താണ്? പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ പറഞ്ഞത് ഒന്ന് ശ്രദ്ധിച്ച് അണ്ടർലൈൻ ചെയ്തിട്ട് പോവാം. വെയിറ്റ് ഓഫ് എ ഫ്ലോട്ടിംഗ് ബോഡി, ഫ്ലോട്ടിംഗ് ബോഡിയുടെ വെയിറ്റ്, മുകളിൽ നിൽക്കുന്ന പൊങ്ങി നിൽക്കുന്ന ബോഡിയുടെ ഒബ്ജക്റ്റിന്റെ വെയിറ്റ് ഇസ് ഈക്വൽ ടു ദ വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ്, അല്ലെ? പുറത്തേക്ക് ഒഴുകിയ വെള്ളത്തിന് ഈക്വൽ ആണ്. ഓക്കെ, ഡിസ്പ്ലേസ്ഡ് ബൈ ഇറ്റ്. Now when a body is fully immersed, fully immersed in a fluid, ഒരു ഫ്ലൂയിഡിൽ മുഴുവനായിട്ട് നിൽക്കുകയാണെങ്കിൽ the volume of the displaced fluid, the volume underline ചെയ്തോളൂ, the volume of the fluid displaced will be equal to the volume of the body. Volume of the body ക്ക് ഈക്വൽ ആയിട്ടായിരിക്കും വോളിയം ഡിസ്പ്ലേസ് ചെയ്തിട്ടുള്ളത്. This is the principle of ഫ്ലോട്ടേഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ, ശ്രദ്ധിച്ചിട്ട് പഠിക്കുക. പിന്നെ നമ്മുടെ കോമ്പറ്റീഷൻ എക്സാമിനുകളൊക്കെ വരുന്ന ഒരു പ്രിൻസിപ്പിൾ ആണിത്. DSC പോലത്തെ എക്സാമിനൊക്കെ വരുന്ന പ്രിൻസിപ്പിൾ ആണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കണു. ഓക്കെ, റെഡി അല്ലേ? റെഡി? ക്ലിയർ ആയോ? നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഒന്നും കൂടി പറയണം. ഓക്കെ, പറയാം. അപ്പൊ നമ്മളെ ഫിഗർ നോക്കിയിട്ട് നിഷ ശ്രദ്ധിക്കുക, ഫിഗർ മനസ്സിലേക്ക് വരിക. ഒരു ബോഡി വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുകയാണെങ്കിൽ ആ ബോഡിക്ക് ഇങ്ങനെ താങ്ങി നിർത്തുന്നുണ്ട് അല്ലെ? ആ താങ്ങി നിർത്തുന്ന ഫോഴ്സിന് ഈക്വൽ ആണ് ഇതിന്റെ വെയിറ്റ്. നമ്മളെ ബോഡി പിന്നെ ഇതാണ് ഒരു ബോഡി എന്ന് വിചാരിച്ചോളൂ. ഈ ബോഡി കൊടുക്കുന്ന താഴേക്ക് കൊടുക്കുന്ന അതേ വെയിറ്റ് അല്ലെ മുകളിലോട്ട് കൊടുക്കുന്നത്. അതുകൊണ്ടല്ലേ ഈ വസ്തു പൊങ്ങിക്കിടക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇതിനെവിടെ ഇട്ട് കഴിഞ്ഞാൽ ഇത് വീണ് പോകൂലേ? ഇല്ലേ?
താഴോട്ട് പോവും. ഞാൻ കൊടുക്കുന്ന ഫോഴ്സ് ഈക്വൽ അല്ലെങ്കിൽ അത് താഴോട്ട് പോവും. അപ്പൊ കൊടുക്കുന്ന ബൊയാൻസിയും ഇതിന്റെ വെയിറ്റും ഈക്വൽ ആയതുകൊണ്ടാണ് പൊങ്ങിക്കിടക്കുന്നത്. ഓക്കെ, അതേ സമയത്ത് സിങ്ക് മുഴുവനായി സിങ്ക് ചെയ്യുകയാണെങ്കിൽ എന്ത് വേണം? അത് മൊത്തം അതിന് അടങ്ങി നിൽക്കാനുള്ള സ്ഥലം വേണ്ടേ? ഈ സാധനമാണെങ്കിൽ ഇതിന്റെ വോളിയം, ഇതിന്റെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു തിക്നെസ്, അത്രയും വോളിയം വെള്ളത്തിന്റെ ഉള്ളിൽ സ്പേസ് കൊടുക്കണം. അപ്പൊ ആ വെള്ളം, അത്രയും വെള്ളം പുറത്തേക്ക് മാറിയാലല്ലേ പറ്റുള്ളൂ. ഡെഫിനിഷൻ എഴുതിയെടുക്കാനോ? ഡെഫിനിഷൻ എഴുതിയ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടല്ലോ, ഡെഫിനിഷൻ ക്ലിയർ ആയിട്ട് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവർക്ക് സാറ് PDF ഷെയർ ചെയ്തോളൂ കേട്ടോ. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞ വെച്ചാൽ വെയിറ്റ് ഓഫ് ദ ഫ്ലോട്ടിംഗ് ബോഡി ഈസ് ഈക്വൽ ടു ദ വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ഇറ്റ്. Okay, next, when a body is fully immersed in a fluid, the volume of the liquid displaced will be equal to the volume of the body. Text book ഇല്ലാത്തവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ക്ലാസ്. ടെക്സ്റ്റ് ബുക്ക് എത്രയും പെട്ടെന്ന് ടെക്സ്റ്റ് ബുക്ക് കയ്യിലെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഫസ്റ്റ് ചാപ്റ്ററിന്റെ എങ്കിലും ആ പ്രിന്റ് ഔട്ട് ഒന്ന് എടുത്ത് കൈ വെക്കുക. നമ്മൾ PDF നോട്ട് ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ എപ്പോഴും മൊബൈലിൽ PDF നോക്കി നിൽക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ജസ്റ്റ് ഫസ്റ്റ് ചാപ്റ്ററിന്റെ മാത്രം ഒന്ന് പ്രിന്റ് ഔട്ട് എടുത്ത് കൈ വെച്ചാൽ മതി. അപ്പോഴേക്കും ടെക്സ്റ്റ് ബുക്ക് കിട്ടിക്കോളൂ കേട്ടോ. ഇനി ഐഡന്റിഫൈ ദ റീസൺ ഓഫ് ദ ഫോളോയിങ് ബേസ്ഡ് ഓൺ ദാറ്റ് വി ഹാവ് ലേൺ. അപ്പൊ ഇതുവരെ നമ്മൾ കുറെ ഫ്ലൂയിഡിന്റെ പ്രിൻസിപ്പിൾസ് പഠിച്ചു അല്ലെ. ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പഠിച്ചു, ദെൻ ബൊയാൻസി പഠിച്ചു, പിന്നെ ബൊയാൻസിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് പഠിച്ചു. ഇത്രയും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു 5 ഫാക്ടേഴ്സ് ഉണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ അതിന് ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുന്നേ പഠിച്ച കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഓക്കെ, ബൊയാൻസി തന്നെ ആണെങ്കിലും കുറച്ച് കാര്യങ്ങളാണ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തത്. അപ്പൊ ഈ ഫ്ലൂയിഡിന്റെ ആ ഒരു പ്രോപ്പർട്ടി ഇവിടെ വെച്ച് നിർത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതില് ഫസ്റ്റ്, എ പീസ് ഓഫ് സ്റ്റോൺ എക്സ്പീരിയൻസ് എ ലോസ് ഓഫ് വെയിറ്റ് വൈൽ ഇൻസൈഡ് ദ വാട്ടർ. എ പീസ് ഓഫ് സ്റ്റോൺ എക്സ്പീരിയൻസ് എ ലോസ് ഓഫ് വെയിറ്റ് വൈൽ ഇൻസൈഡ് ദ വാട്ടർ. വാട്ടറിന്റെ ഉള്ളിലാകുമ്പോ ഒരു കല്ലിന് വെയിറ്റ് ലോസ് തോന്നുന്നു. എന്തുകൊണ്ടാണ്? നമ്മൾ ഫസ്റ്റ് പഠിച്ചതാ. എന്താ കാര്യം? Because of the buoyancy exerted in the water, right? You are correct, Fatima Asna. Yes, buoyancy and very good. Alle. Appo water exerts a buoyancy force on the stone. Alle. Water exerts a buoyancy on the upward thrust, upward direction force. ആര് കൊടുക്കുന്നു? വാട്ടർ കൊടുക്കുന്നു. അതുകൊണ്ട് വെയിറ്റ് കുറച്ച് താഴ്ന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ എങ്ങനെ എഴുതാം? വാട്ടർ എക്സേർട്ട് എ ബൊയാൻസി ഫോഴ്സ് ഓൺ ദി സ്റ്റോൺ. ദാറ്റ് ഈസ് വൈ ദ സ്റ്റോൺ എക്സ്പീരിയൻസ് ലോസ് ഓഫ് വെയിറ്റ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ത് എഴുതും? റോ എഗ് സിങ്ക് ഇൻ ദ പ്യൂർ വാട്ടർ ആൻഡ് ഇറ്റ് വിൽ ഫ്ലോട്ട് ഓൺ ദ സാൾട്ട് വാട്ടർ. 9ാം ക്ലാസ്സിലെ ക്ലാസ് തുടങ്ങുന്ന സമയത്താന്ന് തോന്നുന്നു ഞാനൊരു എക്സ്പെരിമെന്റ് കാണിച്ചു തന്നിട്ടുണ്ട് അല്ലെ. അവിടെ എഗ് അല്ലായിരുന്നുള്ളൂ, ലെമൺ ആയിരുന്നു. ഓക്കെ, പ്യൂർ വാട്ടറിലേക്ക് ഒരു റോ എഗ് ഇട്ട് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും? സിങ്ക് ചെയ്ത് പോകും. പക്ഷേ നമ്മൾ സോൾട്ട് വാട്ടർ എടുക്കുകയാണെങ്കിൽ അത് എന്ത് ചെയ്യും? ഇറ്റ് വിൽ ഫ്ലോട്ട്. നമ്മൾ ബൊയാൻസി ഡിപ്പെൻഡ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സിനെ പറഞ്ഞ സമയത്ത് ഒന്ന് അതാണ് നമ്മൾ എടുത്തിരിക്കുന്ന. യെസ്, വെരി ഗുഡ് ഓൾ, വെരി ഗുഡ്. യെസ് റീത, വെരി ഗുഡ്. നമ്മൾ എടുത്തിരിക്കുന്ന ഡെൻസിറ്റി അല്ലെ, നമ്മൾ എടുത്തിരിക്കുന്ന ഓക്കെ ഗുഡ്. യെസ്, ഓക്കെ, നമ്മൾ എടുത്തിരിക്കുന്ന ഡെൻസിറ്റി അല്ലെ, നമ്മൾ എടുത്തിരിക്കുന്ന ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, സാൾട്ട് വാട്ടർ. അപ്പൊ ആൻസർ എങ്ങനെ എഴുതും? ഡ്യൂ ടു ഡെൻസിറ്റി ആണ്. ഓക്കെ, ആൻസർ ക്ലിയർ ആയിട്ട് എങ്ങനെ എഴുതും? സാൾട്ട് വാട്ടർ ഹാവ് ഹയർ ഡെൻസിറ്റി ദാൻ പ്യൂർ വാട്ടർ. Then as the density increases, buoyancy increases. Okay, buoyancy also increases for higher buoyancy. The salt water density കൂടുതലാണ് when we compared with the which water? Pure water, right? Okay, next, kerosene float on water. വാട്ടറിന് മേലെ കുറച്ച് മണ്ണെണ്ണ ഒന്ന് വീട്ടിൽ നിന്ന് എടുത്ത് ഒഴിച്ചു നോക്കണ്ടേ. മണ്ണെണ്ണ വീട്ടിലുണ്ടെങ്കിൽ വീട്ടുകാരൊന്നും കാണാതെ ചെയ്തുകൊണ്ടിരിക്കും. കുറച്ച് വെള്ളം എടുക്കുക, അതിന്റെ മേലെ കുറച്ച് മണ്ണെണ്ണ ഒഴിക്കുക. മണ്ണെണ്ണ കെറോസിന് കുറച്ച് പൊങ്ങിക്കിടക്കും. എന്തുകൊണ്ടാണ്? അത് വാട്ടറിന്റെ ഡെൻസിറ്റിയും, യെസ്, വാട്ടറിന്റെ ഡെൻസിറ്റിയും കെറോസിന്റെ ഡെൻസിറ്റിയും തമ്മിലുള്ള റിലേഷൻ ആണ്. യെസ്, കെറോസിൻ ഹാവ് ലെസർ ഡെൻസിറ്റി
ഓക്കെ, ദാൻ വാട്ടർ. ചീത്ത കിട്ടും, സാറില്ല, പറഞ്ഞിട്ട് ചെയ്താൽ മതി, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഒരു തുള്ളി എടുത്താൽ മതി, ഒരു ഡ്രോപ്പ് 2 ഡ്രോപ്പ് അങ്ങനെ എടുത്താൽ മതി. ഓക്കെ, നിങ്ങൾ മൊത്തത്തിൽ കൊണ്ടുപോയി എടുത്ത മണ്ണെണ്ണയൊക്കെ ഇപ്പൊ കിട്ടാറില്ല, അപ്പൊ വേഗം എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെച്ചതായിരിക്കും പേരൻസ്, അതെടുത്തിട്ട് കമഴ്ത്തണ്ട കേട്ടോ. ഓക്കെ, അപ്പൊ കെറോസിൻ ഈസ് ലെസർ ഡെൻസിറ്റി ദാൻ വാട്ടർ. അപ്പൊ വാട്ടറുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ ഇങ്ങനെ പറയുന്നുണ്ട്, ശ്രദ്ധിക്കണേ. വാട്ടറിനേക്കാളും ഡെൻസിറ്റി കൂടുതലാണ് സോൾട്ട് വാട്ടർ എന്ന് പറഞ്ഞു, വാട്ടറിനേക്കാളും ഡെൻസിറ്റി കുറവാണ് കെറോസിൻ എന്ന് പറഞ്ഞു, റൈറ്റ്. നെക്സ്റ്റ്, എ ഷിപ്പ് ഫ്ലോട്ട് ഓൺ വാട്ടർ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ഫസ്റ്റ് പേജിലുള്ള ചിത്രമാണ്. നമ്മൾ അവിടെ പറഞ്ഞിരുന്നു ഇതിനുള്ള ആൻസറുകൾ നമുക്ക് ഓൺ ദ വേ കിട്ടുന്നു അല്ലെ. എന്നിട്ട് നിങ്ങളോട് ചോദ്യം ചോദിച്ചിട്ടായിരുന്നു, യെസ്, ഷിപ്പ് എന്തുകൊണ്ടാ വെള്ളത്തിൽ പൊങ്ങിക്കുന്നത്? ഇതാ, വെരി ഗുഡ് സസ്ന. ഓക്കെ, ഗുഡ്. എന്തായിരിക്കും? യെസ്, ഹണീന്റെ കേസ് നമ്മൾക്ക് പറയാം. ഓക്കെ, ദ വോളിയം അല്ലെ, ഷിപ്പ് എടുക്കുന്ന വോളിയം, ദ വോളിയം occupied by the ship is very high because as the volume increases, buoyancy also increases. Volume of the ship increases, buoyancy also increases. Next, when a body was placed in a liquid, it remains in the same position. നമ്മളെ ഒരു ലിക്വിഡിലേക്ക് ഞാനൊരു ബോഡിനെ ഇട്ടു, ആ ഇട്ട സ്ഥലത്ത് തന്നെ ഏതാണ് ബക്കർ മഹ്മൂദ് ബക്കർ, ഏതെങ്കിലും റിപ്പീറ്റ് ചെയ്യേണ്ടത്? ഷിപ്പിന്റെ കേസിലോ? ഷിപ്പിന്റെ പിന്നെ നമ്മൾ ആദ്യം തന്നെ പറയണം. ഓക്കെ, 4. ഷിപ്പിന്റെ കേസിൽ ഷിപ്പിന്റെ വോളിയം എന്താണ്? വലുതാണ്. അപ്പൊ വോളിയം വലുത്, വോളിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു നമ്മൾ പറഞ്ഞല്ലേ. ബോയൻസി ഡിപ്പെൻഡ്സ് ഓൺ വോളിയം. സെക്കൻഡ് ഫാക്ടർ അതായിരുന്നു, വോളിയം ഡിപ്പെൻഡ്സ് ഓൺ ബോയൻസി. ആസ് ദ വോളിയം ഇൻക്രീസസ് എന്നാൽ അത് സ്പേസ് ഓക്യുപ്പൈ ചെയ്യുന്ന സ്ഥലം കൂടുതലാണെങ്കിൽ അതിനെ എക്സേർട്ട് ചെയ്യുന്ന ബോയാൻസിയും കൂടുതലാണ് അല്ലെ. നമ്മൾ ഷിപ്പ് ഉണ്ടാക്കുന്ന പറയുന്ന ഒരു 100 കിലോഗ്രാം പിന്നെ അയൺ എടുത്തു, അതേ പിന്നെ അയണോട് ഒരു ഷിപ്പ് ഉണ്ടാക്കി, അതേ 100 കിലോ ഉള്ള ഒരു അയണിന്റെ പീസ് എടുത്തു, രണ്ടും വെള്ളത്തിലേക്ക് ഇടുകയാണെങ്കിൽ ഓർക്കണില്ലേ? യെസ് യെസ്, ഗുഡ്. അപ്പൊ വോളിയം ഗ്രേറ്റർ ആണെങ്കിൽ അതിന് ബൊയാൻസിയും കൂടും. ലാസ്റ്റ് കേസ് പറഞ്ഞത് ശ്രദ്ധിക്കൂ. ലാസ്റ്റ് കേസ് എന്താണ്? നമ്മൾ ഒരു മെറ്റീരിയൽ വെള്ളത്തിലേക്ക് ഇടുകയാണെങ്കിൽ, ആ വെള്ളത്തിൽ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ലിക്വിഡിലേക്ക് ഇടുകയാണെങ്കിൽ ആ ലിക്വിഡിന്, യെസ്, ആ ലിക്വിഡിന്, യെസ് യു ആർ റൈറ്റ്, ആ ലിക്വിഡ് ആ ഇട്ട സ്ഥലത്ത് തന്നെ നിൽക്കും, വേറെ അങ്ങോട്ട് നീങ്ങൊന്നുമില്ല. എന്തായിരിക്കും കാരണം? നമ്മൾ എടുത്തിരിക്കുന്ന പാത്രത്തിലെ ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റിയും അതിന്റെ നമ്മൾ ഇട്ടിരിക്കുന്ന വസ്തുവിനും സെയിം ഡെൻസിറ്റി ആയിരിക്കും. അതുകൊണ്ടല്ലേ അത് അവിടെ തന്നെ നിൽക്കുന്നത് അല്ലേ? യെസ്, ഗുഡ്. സെയിം ഡെൻസിറ്റി ആയിരിക്കും രണ്ടാമത്തെ. അപ്പൊ ഇത്രയുമാണ് നമ്മള് പിന്നെ ബോയൻസിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യം. ഓക്കെ, സോ ഫ്ലോട്ടേഷൻ എന്നുള്ള ഓബ്ജക്റ്റ് ക്ലിയർ ആയി വിചാരിക്കുന്നു. ക്ലിയർ? ഇത് ക്ലിയർ all? Clear ആണോ? Yes. Yes, okay. Next is relative density. Relative density. You can see relative density. Okay, good. Thank you. Relative density എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കാം. റിലേറ്റീവ് നമ്മളെ റിലേഷൻ ആണ് പറയുന്നത്, നമ്മുടെ ബന്ധുവാണ്. റിലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ റിലേറ്റീവ് ആണെന്ന് പറയുന്ന പോലെ നമ്മളുമായിട്ടൊരു ബന്ധമുണ്ട്, ഒരു കാര്യം റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്. സോ ഡെൻസിറ്റി റിലേറ്റീവ് ആണ് എന്നുള്ള കോൺസെപ്റ്റ് ആണ് ഇനി നമ്മൾ പറയാം. സോ ഡെൻസിറ്റി റിലേറ്റീവ് ആണെന്ന് പറയുമ്പോൾ നമ്മൾ ഇതിന്റെ തൊട്ട് മുന്നേ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. വാട്ടറിന്റെ ഡെൻസിറ്റിയെ കുറിച്ച് പറഞ്ഞിരുന്നു. നമ്മൾ ഇപ്പൊ തന്നെ പറഞ്ഞു കെറോസിന്റെ ഡെൻസിറ്റി, സലൈൻ വാട്ടറിന്റെ ഡെൻസിറ്റിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലെ. അപ്പോ നമുക്കറിയാം നമ്മളെപ്പോഴും പിന്നെ വാട്ടർ എന്നുള്ള നമ്മുടെ വളരെ വളരെ ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒരു പ്രോപ്പർട്ടീസ് ഉള്ള ഒരാളാണ് നമ്മുടെ പ്യൂർ വാട്ടർ, പച്ചവെള്ളം. അതിന് നിങ്ങൾ ഇനി നിങ്ങളുടെ ഹയർ ക്ലാസ്സുകളിലേക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അത് കെമിസ്ട്രിയിലും ഫിസിക്സിലും ഒക്കെ പ്യൂർ വാട്ടർ വെൻ ബി കമ്പയർഡ് വിത്ത് അതർ വാട്ടർ, അത് ഫ്ലൂയിഡ്സ് ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ വാട്ടറിന് ഇറ്റ്സ് ഹാവ് ഇറ്റ്സ് ഓൺ പ്രോപ്പർട്ടി. ഓക്കെ, ആ പ്രോപ്പർട്ടി എന്താന്ന് വെച്ചാൽ ആ പ്രോപ്പർട്ടി കൊണ്ട് തന്നെയാണ് വാട്ടർ മറ്റുള്ളതിൽ നിന്ന് ഡിഫറെന്റ് ആണ്. അപ്പോ നമ്മള്
റിലേറ്റ് ചെയ്യാണ്. നമ്മൾ എപ്പോഴും ഒരാളെ കമ്പയർ ചെയ്യും. നമ്മൾ നല്ല വീട്ടിൽ നിന്നൊക്കെ എപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ്, അവനെ പോലെ പഠിക്കുക, അല്ലെങ്കിൽ അവള് പഠിക്കുന്നത് കണ്ടില്ലേ അവളെ പോലെ പഠിക്കുക. ഐഡിയൽ ആയുള്ള ഒരു സ്റ്റുഡന്റിനെ കമ്പയർ ചെയ്ത് പറയൂല്ലേ പാരന്റ്സ്, അവനെ പോലെ ആയിക്കൂടെ നിനക്ക്. എന്തുകൊണ്ടാണ്? അവർ കുറച്ച് പെർഫെക്റ്റ് ആയതുകൊണ്ടാണ്. ഓക്കെ, സംതിങ് അവർ ഗുഡ് ആണ്, സത്യം. ഓക്കെ, യു ഡോണ്ട് കമ്പയർ എനി അതർ. നിങ്ങളായാൽ മതി, യു ഡോണ്ട് കമ്പയർ. സോ അതുപോലെ നമുക്ക് ഉള്ള ഒരു കമ്പാരിസൺ ആണ്. നോ നീഡ് ഓഫ് കമ്പാരിസൺ. ഓക്കെ, ഓരോരുത്തർക്കും ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്, പ്രോപ്പർട്ടീസ് ഉണ്ട്, എബിലിറ്റീസ് ഉണ്ട്. നിങ്ങൾ അത് നോക്കി ചെയ്താൽ മതി. ഓക്കെ, അപ്പോ എന്താ പറയുന്നത്? റിലേറ്റീവ് ഡെൻസിറ്റി. അപ്പൊ വാട്ടറിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി നമ്മൾ ഇതിന് തൊട്ട് മുന്നേ പറഞ്ഞതാണ്. വാട്ടറിന്റെ ഡെൻസിറ്റി എന്താണ്? 1000 kilogram per meter cube. Water's density 1000 kilogram per meter cube. Now when we compare this density of water with other fluids, density of water മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയാം. സോ റിലേറ്റീവ് ഡെൻസിറ്റി ആയിട്ട് കമ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ വാട്ടറിനേക്കാളും കൂടുതലാണോ വാട്ടറിനേക്കാളും കുറവാണ്, അങ്ങനെയാണല്ലോ നമ്മൾ താരതമ്യം ചെയ്ത് കമ്പയർ ചെയ്യും അല്ലെ. അപ്പൊ ഇവിടെ സ്റ്റാൻഡേർഡ് ആയിട്ട് എടുക്കുന്നത് ആരെയാണ്? വാട്ടറിനെയാണ്. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു വാട്ടറിലേക്ക് കെറോസിൻ, തൊട്ട് മുന്നേ പറഞ്ഞു കെറോസിന് വാട്ടറിലേക്ക് ഒഴുക്കുകയാണെങ്കിൽ അത് പൊങ്ങി കിടക്കൂലെ കെറോസിന്. അതേ സമയത്ത് കുറച്ച് തേനെടുത്ത് വെള്ളത്തിൽ ഒഴിക്കുകയാണെങ്കിലോ, വീട്ടിൽ തേൻ ഉണ്ടെങ്കിൽ ഒരു ഡ്രോപ്പ് ഒഴിച്ചു നോക്കും, തേനെടുത്തിട്ട് വെള്ളത്തിലേക്ക് ഒഴിക്കുകയാണെങ്കിൽ എന്താ ഉണ്ടാവുക? അത് ജസ്റ്റ് താഴ്ന്നു പോകും അല്ലെ, സിങ്ക് ചെയ്യും. യെസ് ഗുഡ്, സിങ്ക് ചെയ്യും. ഓക്കെ, അപ്പൊ എന്താണ് അതിന്റെ ഡിഫറൻസ്? കെറോസിൻ എന്തേ പൊങ്ങി കിടക്കണം, പിന്നെ വെള്ളത്തിൽ പൊങ്ങും. അതേ വെള്ളത്തിൽ തന്നെ നമ്മൾക്ക് പണി ഒഴിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? താഴ്ന്നു പോകും. എന്തായിരിക്കും അതിന്റെ കാര്യം? It is due to the density. More density, less density with water. വാട്ടറുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ഡെൻസിറ്റി നമ്മൾ എന്ത് ചെയ്യണം? ഡെൻസിറ്റി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. The density is different. വാട്ടറിനേക്കാളും കുറവുള്ള ആൾക്കാർ വാട്ടർ പൊങ്ങിക്കിടക്കുകയും വാട്ടറിനേക്കാളും കൂടുതലുള്ള ആള് താഴ്ന്നു പോവുകയും ചെയ്യും. Okay, yes, honey is more denser than water and kerosene is less denser than. Clear? Now you have a table 17, density greater than water and density of lower than water. So ഇങ്ങനെ ഡെൻസിറ്റി റിലേറ്റ് ചെയ്ത് പറയുന്നതിനെയാണ് റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് നമ്മൾ പറയും. So some materials, some objects, or some liquids, some fluids have higher density, relative density, and some have lesser density. So നമ്മൾ ആ ടേബിൾ കോഡ് നമ്മളൊന്ന് ഫില്ല് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഞാൻ നിങ്ങൾക്ക് ആ ഡെൻസിറ്റിയുടെ കമ്പാരിസൺ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഡെൻസിറ്റിയുടെ കമ്പാരിസണ്. ഇത് നോക്കാം, ക്ലിയർ ആണ്, സിമ്പിൾ ആണ്. ഓക്കെ, വാട്ടർ സെന്ററിൽ കിടക്കണം അല്ലെ, ഹണി താഴെ കിടക്കണം, സം ഓയിൽ, ഇത് നിങ്ങൾ വേണമെങ്കിൽ കെറോസിനോ പെട്രോളോ ഡീസലോ എന്തെങ്കിലും വിചാരിച്ചോളൂ, ഓയിൽ എന്നുള്ളടുത്ത് അവിടെ എന്ത് ചെയ്യും? ജസ്റ്റ് പൊങ്ങി കിടക്കും. അപ്പൊ ഈ എക്സ്പെരിമെന്റ് ഒക്കെ നിങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. ചെറിയൊരു ബോട്ടിൽ എടുക്കുക, വളരെ കുഞ്ഞു ബോട്ടിൽ, നൈസ് ആയിട്ടുള്ള, പുറത്തേക്ക് സീ ത്രൂ ആയിട്ടുള്ള, പുറത്തുനിന്ന് കാണാൻ പറ്റുന്ന പ്ലെയിൻ ഗ്ലാസ് ഉള്ള ചെറിയൊരു കുപ്പി എടുത്താൽ മതി, കുറേ ഒന്നും എടുക്കണ്ട. ഒരു സ്പൂണ് ഹണി ഒഴിക്കുക, ഒരു സ്പൂൺ വാട്ടർ ഒഴിക്കുക, ഒരു സ്പൂണ് ഓയിൽ ഒഴിക്കുക. ഐ ക്യാൻ സീ ദ സെപ്പറേഷൻ. വാട്ടറിനേക്കാളും ഡെൻസിറ്റി കുറഞ്ഞ ആള് മുകളിൽ കിടക്കുന്നു, കൂടിയ ആള് താഴെ കിടക്കുന്നു. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇത് നോക്കാം. ഈ ഇടത്തെ ഭാഗത്തുള്ള കാര്യങ്ങൾ നോക്കുക. ഫസ്റ്റ് വൺ എഡിബിൾ ഓയിൽ ആണ്, ദെൻ വാട്ടർ ആണ്, ദെൻ ഡിഷ് വാഷിംഗ് ലിക്വിഡ് ആണ്, ദെൻ ഷുഗർ സിറപ്പ് ആണ്, ദെൻ ലാസ്റ്റ് വൺ ഈസ് ഹണി. ഓക്കെ, ഇനി ഇത് സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്നത് വാട്ടറുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ വാട്ടറിനേക്കാളും കുറഞ്ഞ ഡെൻസിറ്റി കുറഞ്ഞ ആളും മുകളിൽ കിടക്കും അല്ലെ, ഓയില്. നെക്സ്റ്റോ
നമ്മള് ഡിഷ് വാഷ് പിന്നെ നമ്മളെ ഹാൻഡ് വാഷ് ഒക്കെ ഇല്ലേ, അതുപോലെ ഡിഷ് വാഷ് ഇല്ലേ, പാത്രങ്ങളൊക്കെ കഴുകുന്ന സൊല്യൂഷൻ ഇല്ലേ, അത് വെള്ളം ചേർക്കാത്തതാണ് കേട്ടോ. ഡിഷ് വാഷ് ലിക്വിഡ് എന്ന് പറഞ്ഞാല് വെള്ളം ചേർക്കാത്തത്, അതേപോലെ കട്ടിയിൽ. ഓക്കെ. പിന്നെ ഷുഗർ സിറപ്പ് എന്ന് പറഞ്ഞാൽ അതിനേക്കാളും കട്ടിയുള്ള സാധനമാണ് ഷുഗർ സിറപ്പ് എന്ന് പറഞ്ഞാൽ. എന്ന് വെച്ചാൽ ഒരു കപ്പ് ഷുഗർ പിന്നെ നമ്മള് ഒരു അരക്കപ്പ് വെള്ളത്തിലൊക്കെ മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഷുഗർ സിറപ്പ്. പിന്നെ ഹണി നിങ്ങൾക്ക് അറിയാം, തേനാണ്. അപ്പൊ അവരിങ്ങനെ നിൽക്കില്ല, കാരണം ഡെൻസിറ്റി കൂടിയ ആൾക്കാർ താഴോട്ട് പോകും. ഇനി നമ്മൾ അതിലേക്കൊക്കെ ചില ഒബ്ജക്റ്റുകൾ ഇട്ട് നോക്കുകയാണ്. ഫസ്റ്റ് ഒരു PP പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞ വളരെ കട്ടി കുറഞ്ഞ പ്ലാസ്റ്റിക് ഇട്ടു, അത് ഓയിൽ പൊങ്ങി കിടക്കണം അല്ലേ. പിന്നെ HD പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി പിന്നെ HD പ്ലാസ്റ്റിക് എന്ന് പറയുമ്പോ നമ്മളെ എന്താ പറയാ, പിന്നെ നമ്മൾ പെയിന്റിന്റെ ടിന്നില്ലേ, അതുപോലെ നമ്മുടെ വെള്ളക്കുപ്പിന്റെ മൂടി, ഇതൊക്കെ HD പ്ലാസ്റ്റിക്കുകളാണ്. അപ്പൊ അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി താഴും അല്ലെ, കുറച്ചും കൂടി താഴും, വാട്ടറിന്റെ കുറച്ച് മുകളിലായിട്ട് ഇങ്ങനെ. നമ്മളിപ്പോ പിന്നെ കുപ്പിന്റെ മൂടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെയല്ലേ, വെള്ളത്തിന് മുകളിൽ പൊങ്ങി കിടക്കുക ചെയ്യും. അതേ സമയത്ത് നമ്മള് പിന്നെ അടുത്തത് ABS പ്ലാസ്റ്റിക് ആണ്. ABS പ്ലാസ്റ്റിക് ആണ് കുറച്ചുകൂടി കട്ടിയുള്ളത്. നമ്മള് കുട്ടികളൊക്കെ ബ്രിക്ക് ഉണ്ടായി വീടുണ്ടാക്കൂലേ, അതേ ടൈപ്പ് പ്ലാസ്റ്റിക് ആണ് ABS പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് കേട്ടോ. ബിൽഡിംഗ് ബ്രിക്ക് ഇല്ലേ, കുറച്ച് കട്ടിയുള്ള ടൈപ്പ്, അത് കുറച്ചുകൂടി താഴ്ന്നു പോകും. ഓക്കെ. പിന്നെ കോണാണ്. കോൺ എന്ന് പറഞ്ഞാൽ എന്താ അറിയില്ലേ, ചോളം ഇല്ലേ, ചോളം, നമ്മളെ ചോളത്തിന്റെ ഒരു മണി, അത് ഇടുകയാണെങ്കിൽ അത് താഴ്ന്ന് കുറച്ചും കൂടി താഴോട്ട് പോകും. പക്ഷെ നിൽക്കുന്നത് എവിടെ, ഷുഗർ സിറപ്പിന്റെ ഒക്കെ മുകളിലായിട്ടായിരിക്കും. പിന്നെ നമ്മൾ ഇടുന്ന സ്ക്രൂ ആണ്, നമ്മൾ ഇരുമ്പിന്റെ അല്ലെങ്കിൽ അലുമിനിയത്തിന്റെ ഒക്കെ സ്ക്രൂ ഇട്ട് കഴിഞ്ഞാൽ താഴോട്ട് പോകും. അപ്പൊ അതിന്റെ ഡെൻസിറ്റി, ഒബ്ജക്റ്റ് നമ്മൾ ഇടുന്ന ആൾക്കാരുടെ ഡെൻസിറ്റി അനുസരിച്ച് പല ലെവലുകളിലാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കി തരികയും ചെയ്യും. നമ്മൾ ഇടുന്ന ഒബ്ജക്റ്റിന്റെ ഡെൻസിറ്റിയും നമ്മൾ എടുത്തിരിക്കുന്ന ലിക്വിഡിന്റെ ഡെൻസിറ്റിയും ഒക്കെ ഡിഫറെന്റ് ആണ്. അപ്പൊ ഓരോന്നും ഡെൻസിറ്റിയുടെ വ്യത്യാസത്തിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുക, ഒബ്ജക്റ്റ് ഫ്ലോട്ട് ചെയ്യുന്നതും സിങ്ക് ചെയ്യും. ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു വാട്ടർ ആണ്, വിത്ത് റെസ്പെക്ട് ടു വാട്ടർ. ഓക്കെ, റെഡി? ക്ലിയർ ആയില്ലേ? ഡെൻസിറ്റിയുടെ ക്ലിയർ ആയല്ലോ, ക്ലിയർ ആയില്ലേ? പറഞ്ഞേ, ക്ലിയർ? ഓക്കെ, ഗുഡ്. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. യെസ്, ആ ടേബിൾ 17 ഈസി ആയിട്ട് എഴുതാം. ലോവർ ആയിട്ടുള്ള ഡെൻസിറ്റി ഉള്ള ആൾക്കാരെ പറഞ്ഞു നോക്കി, കെറോസിൻ അല്ലെ, വെജിറ്റബിൾ ഓയിൽ, പിന്നെ പെട്രോള്, ഡീസൽ, ഇതൊക്കെ പറയാം, ആൽക്കഹോൾ, ഇതൊക്കെ ലെസർ ഡെൻസിറ്റി ഉള്ള ആളാണ്. കെറോസിന്, വെജിറ്റബിൾ ഓയിൽസ്, പെട്രോള്, ഡീസൽ, എഡിബിൾ ഓയിൽ. ഓക്കെ. ഇനി ഡെൻസിറ്റി കൂടുതലുള്ളത് വളരെ ഈസിയാണ്. ഹണി എഴുതാം, ഗ്ലിസറിൻ എഴുതാം, മെർക്കുറി എഴുതാം, സലൈൻ വാട്ടർ എഴുതാം. പിന്നെ ഡിഷ് സോപ്പുകൾ പറയാം, ഷുഗർ സിറപ്പ് പറയാം, ചോക്ലേറ്റ് സിറപ്പ് പറയാം. ഇതൊക്കെ നമ്മൾക്ക് പറയാവുന്നുള്ളൂ. അപ്പൊ അതൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് എഴുതാം. അപ്പൊ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ അല്ലെ, ഇപ്പൊ തന്നെ ഇങ്ങനെ നോട്ട് ചെയ്തോളൂ. ഡിഷ് വാഷ് എല്ലാം നോട്ട് ചെയ്ത് വെച്ചോളൂ. ഓക്കെ, റൈറ്റ്. നെക്സ്റ്റ്, റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞ ഒരു ടേം ഇതാണ്. റിലേറ്റീവ് ഡെൻസിറ്റി മുഴുവനായിട്ടില്ല, അപ്പൊ ഡെൻസിറ്റി ആണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ നമ്മൾ വാട്ടറുമായിട്ട് കമ്പയർ ചെയ്തു അല്ലെ, വാട്ടറിന്റെ 1000 ആണ്. Now how we can calculate relative density? റിലേറ്റീവ് ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാണ്, ഇത് എക്സാമിന് വരും കേട്ടോ. റിലേറ്റീവ് ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാല് നമ്മൾ വാട്ടറുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് റിലേറ്റീവ് ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക എന്നാണ് നോക്കുന്നത്. അപ്പോ നമ്മളിപ്പോ കെറോസിൻ എടുക്കാം, ശ്രദ്ധിക്കണേ. കെറോസിൻ എടുത്തു, കെറോസിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി എത്രയാണെന്നാ ചോദിച്ചത്. ഡെൻസിറ്റി അല്ല ചോദിച്ചത്. ഡെൻസിറ്റി നമുക്കറിയാം 810 ആണ്, 810 കിലോഗ്രാം per second ആണ്. അതല്ല ചോദിച്ചത്. ഡെൻസിറ്റി ഓഫ് കെറോസിൻ അല്ല എനിക്ക് വേണ്ടത് റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് കെറോസിൻ. എന്ന് വെച്ചാൽ എന്താണ്, വാട്ടറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോ ആരുടെ ഡെൻസിറ്റി, കെറോസിന്റെ ഡെൻസിറ്റി എത്രയാണ്. അപ്പൊ നമ്മൾ ഇതിന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള കോൺസെപ്റ്റ് എന്താണെന്നറിയോ, നിങ്ങൾ ടെക്സ്റ്റ് നോക്കി ടൈപ്പ് ചെയ്യില്ലേ,
കൺസെപ്റ്റ് എന്താന്ന് വെച്ചാല് നമ്മൾ സാധാരണ സ്കൂളിലൊക്കെ മാർക്ക് കിട്ടും അല്ലെ, എസ്എസിനൊക്കെ മാർക്ക് കിട്ടില്ല 100-ലാണ്. 100-ല് 80 മാർക്ക് ഇങ്ങനല്ലേ എഴുതുക, 100-ൽ 80 ഇങ്ങനല്ലേ എഴുതുക. അപ്പൊ 100 അതിന്റെ ബേസാണ്, അടിസ്ഥാനമാണ്. 100-നെ കമ്പയർ ചെയ്തിട്ടാണ് നമ്മുടെ മാർക്കുകളെ നമ്മൾ പറയുക. 100-നെ കമ്പയർ ചെയ്തിട്ടാണ് നമ്മുടെ മാർക്കുകളെ നമ്മൾ പറയുക അല്ലെ. അപ്പം ഈ ആള് സ്റ്റാൻഡേർഡ് ആണ്, ഇതുമായിട്ടാണ് റിലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ നമ്മളുടേത് 80 മാർക്കാണെങ്കിൽ നമ്മൾ പറയും അത് 80% പറയും, 80% മാർക്കാണ് എന്ന് പറയും, ആണല്ലോ. അപ്പൊ ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് ഇങ്ങനെയാണ് നമ്മൾ എഴുതുക. അതുപോലെ റിലേറ്റീവ് ഡെൻസിറ്റി ആരുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്? വാട്ടറിന്റെ ഡെൻസിറ്റിയുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ വാട്ടറിന്റെ ഡെൻസിറ്റിയുമായിട്ടാണ് എല്ലാവരെയും കമ്പയർ ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു വാട്ടർ ഹാവ് സം മോർ പ്രോപ്പർട്ടി വെൻ കമ്പയർഡ് വിത്ത് അതർ. മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ വാട്ടറിന് അതിൻ്റെതായിട്ടുള്ള പ്രോപ്പർട്ടി ഉണ്ട്. ഓക്കെ, സോ ഈ വാട്ടറുമായിട്ട് കമ്പയർ ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. സോ വാട്ടറിനെ എപ്പോഴും ബേസ് ആയിട്ട് എടുക്കണം. ഓക്കെ, എന്നിട്ട് നമുക്ക് ആരുടെ റിലേറ്റീവ് ഡെൻസിറ്റി ആണോ കാണേണ്ടത് അവരെയാണ് മുകളിൽ എഴുതേണ്ടത്. അപ്പൊ കെറോസിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി ആണ് കാണണമെങ്കിൽ കെറോസിന്റെ ഡെൻസിറ്റി ഇവിടെ എഴുതണം, വാട്ടറിന്റെ താഴെ എഴുതണം, കാരണം വാട്ടറുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ഇനി ഹണിയാണ് എടുക്കണമെന്ന് വിചാരിച്ചു, ഹണിയുടെ റിലേറ്റീവ് ഡെൻസിറ്റിയാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യണതെങ്കിൽ ഹണിയുടെ മുകളിൽ എഴുതണം. ആരോ അപ്പോഴും ആര് തന്നെയാണ് താഴെ? വാട്ടർ തന്നെയാണ് താഴെ. ഓക്കെ, ഇനി കോൺസെപ്റ്റ് എടുത്തു, വേറെ ഏത് എടുത്തു, നമ്മൾ സലൈൻ വാട്ടർ എടുത്തു, ഏത് എടുത്തു കഴിഞ്ഞാലും അതിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ആരെടുത്താലും ആരാണ് താഴെ ഉണ്ടാവേണ്ടത്? നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് എടുക്കുന്ന വാട്ടറിന്റെ ഡെൻസിറ്റിയാണ്. സോ വി ഹാവ് ടു റൈറ്റ് ദ ഇക്വേഷൻ ഫോർ ദിസ് ഡെൻസിറ്റി ഓഫ് കെറോസിൻ. ഞാൻ കെറോസിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി ആണ് എഴുതാൻ പോണത്. കെറോസിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി ആണ് എഴുതാൻ പോണത് ബൈ കെറോസിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി ആണ് ഓഫ് കെറോസിൻ. ഇന്ന് ഇവിടെ എഴുതണം കേട്ടോ, റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് കെറോസിൻ. ഓക്കെ, ഇങ്ങനെ എഴുതുമ്പോ പിന്നെ ആരാ വേണ്ടത്? ഡെൻസിറ്റി ഓഫ് വാട്ടർ, density of water, density of kerosene divided by density of water. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഡെൻസിറ്റി ഓഫ് കെറോസിൻ എത്രയാണ്? 810, 810 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് അല്ലെ, ഡിവൈഡഡ് ബൈ 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. യൂണിറ്റ് എഴുതണം കേട്ടോ, കുഴപ്പമില്ല. ഇനി 810 by 1000, 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര ഡെസിമൽ പോയിന്റ് കൂടി മാറ്റി എഴുതണം? 3 ഡെസിമൽ പോയിന്റ്. സോ ദ ആൻസർ ഈസ് 0.81. 0.81. ഇനി രണ്ടിന്റെയും സെയിം യൂണിറ്റ് ഉള്ള ആൾക്കാരെയാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ യൂണിറ്റ് കട്ട് ചെയ്ത് പോകും. റിലേറ്റീവ് ഡെൻസിറ്റിക്ക് യൂണിറ്റ് ഇല്ല, റിലേറ്റീവ് ഡെൻസിറ്റിക്ക് യൂണിറ്റ് ഇല്ല. റിലേറ്റീവ് ആകുമ്പോൾ ഒരു കാര്യത്തിനും യൂണിറ്റ് ഉണ്ടാവാറില്ല. അപ്പൊ 81 എന്ന് ശ്രദ്ധിക്കണം, 0.81 അല്ലേ? അപ്പൊ 0.81 എന്ന് പറഞ്ഞാൽ 1-നേക്കാളും ചെറുതാണല്ലോ അല്ലെ? 1-നേക്കാളും ചെറുതല്ലേ 0.8? ലെസ് ദാൻ 1 അല്ലേ? ആണ്. ഓക്കെ, ഇനി അതേ സമയത്ത് പിന്നെ ലെസ് ദാൻ 1 ആണ്. ഇനി ഞാന് പിന്നെ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് സലൈൻ വാട്ടർ എടുക്കാം, നിങ്ങൾക്ക് അറിയുന്ന ആളെടുക്കാം. റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് സലൈൻ വാട്ടർ, സലൈൻ വാട്ടറിന്റെ ഡെൻസിറ്റി നിങ്ങൾക്ക് പിന്നെ താഴെ തന്നിട്ടുണ്ട്. സലൈൻ വാട്ടറിന്റെ ഡെൻസിറ്റി എന്താണ്? അപ്പൊ നിങ്ങൾ എല്ലാവരും കണ്ടുപിടിച്ചേ, റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് സലൈൻ വാട്ടർ കണ്ടുപിടിച്ചേ. റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് സലൈൻ വാട്ടർ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് സലൈൻ വാട്ടർ കണ്ടുപിടിക്കാം. അപ്പൊ അത് എന്താ ചെയ്യേണ്ടത്? ഡെൻസിറ്റി ഓഫ് എന്ത് ചെയ്യണം? സലൈൻ വാട്ടർ, സലൈൻ വാട്ടർ
Density of saline water to density of water. അപ്പൊ എഴുതുമ്പോ ഇവിടെ മാറും. എന്തൊക്കെ മാറും? മേലത്താള് മാറൂലേ? എന്താ മാറുക? ഡെൻസിറ്റി ഓഫ് saline water എത്രയാണ്? 1025 ആണ്. Density of saline water 1025 ആണ്. Density of water 1000 ആണ്. ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ്? 1 2 3 3 ഡെസിമൽ പോയിന്റ് കൊണ്ട് എടുക്കുക. അപ്പൊ എന്താ വരിക? 1.025. കിട്ടിയില്ലേ ആർക്കും? കിട്ടിയൊരു പെട്ടെന്ന് ടൈപ്പ് ചെയ്യൂ. അപ്പോഴല്ലേ നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാവുള്ളൂ. 1.025. 1.025. Yes, good. Okay. Okay. Minha Shavin. Good. Good, good, good. Amna Barkar, good. Okay, so Aliha. Right. Now, relative density, relative density of kerosene under the 0.819. Alle. Okay, no problem. No problem, dear. Now, relative density of kerosene is 0.81. Relative density of saline water, relative density of saline water 1.01 ആണല്ലേ? ആണല്ലോ. ഇനി ഞാനൊരു ക്വസ്റ്റ്യൻ ചെയ്യട്ടെ, പെട്ടെന്ന് ആൻസർ പറയണം കേട്ടോ. റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് വാട്ടർ. റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് വാട്ടർ. Yes, good. Ananya, Minha, very good. Very good, very good. Yes, you're right. Okay, how you can calculate this relative density of water? ആരുടെ റിലേറ്റീവ് ഡെൻസിറ്റി ആണെങ്കിലും മുകളിൽ ആരെ കൊടുത്താൽ മതി, ആരുടെയാണോ കാണേണ്ടത് അവരെ കൊടുത്താൽ മതി. അപ്പൊ ഈ കേസിൽ രണ്ടും സെയിം എന്നല്ലേ വരിക? ഇവിടെയും വാട്ടറും ഇവിടെയും വാട്ടറും. 1000 by 1000. 1. Yes, good. അല്ലെ? 1000 by 1000 അപ്പൊ 1. അപ്പോ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് വാട്ടർ 1 ആണ്. ചില ആൾക്കാർക്ക് 1-നേക്കാളും കുറവാണ്, 0.8 ആണ്. ചില ആൾക്കാർക്ക് 1-നേക്കാളും കൂടുതലാണ്, 1 point ആണല്ലോ. Yes, good, you're right. Amal Nijat. Okay, right. Okay, so density നമ്മുടെ വാട്ടറുമായിട്ട് കമ്പയർ ചെയ്യണമെങ്കിൽ അതിനേക്കാൾ കൂടുതലാണ് 1.2025 and someone is the density is less than water. അപ്പൊ ലെസ് ഉള്ള ആള് പൊങ്ങിക്കിടക്കും, കൂടുതലുള്ള ആള് താഴ്ന്നു പോകും. ഡെൻസിറ്റി, റിലേറ്റീവ് ഡെൻസിറ്റി കൂടുതലുള്ള ആള് താഴ്ന്നു പോകും. വാട്ടറിന്റെ മേലെ നിൽക്കുന്ന ആരായിരിക്കും? ഡെൻസിറ്റി കുറവുള്ള ആൾക്കാരായിരിക്കും. Okay, one of the important thing is that there is no unit for relative density. Okay, next one, how to measure the relative density? How to measure the relative density? നമ്മളെ പനി പരിശോധിക്കാന്, പനിയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പരിശോധിക്കാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ടെമ്പറേച്ചർ മെഷർമെന്റ് ചെയ്ത് ഡോക്ടർമാരുണ്ട്. അത് ചെറിയ ക്ലാസ്സിൽ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ട്. The instrument used to measure the purity of milk. പാലിന്റെ പ്യൂരിറ്റി അറിയാൻ വേണ്ടിയിട്ട് അല്ലെ, അതിന്റെ ക്വാണ്ടിറ്റി മെഷർ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയില്ല. ഏത് ഇൻസ്ട്രുമെന്റ് വെച്ചിട്ടാണ് പ്യൂരിറ്റി ഓഫ് മിൽക്ക്? യെസ്, ലാക്ടോമീറ്റർ. സോ യു കെൻ സീ ദർ ഇസ് എ ലാക്ടോമീറ്റർ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. ഫിഗർ 19 ലാക്ടോമീറ്റർ ആണ്. കണ്ടിട്ട് നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ കണ്ടതാണ് ലാക്ടോമീറ്റർ അല്ലെ. അതുപോലെ another apparatus to measure the relative density of the fluid is known as hydrometer. Hydrometer. Hydrometer is an instrument which used to measure relative density of a fluid, relative density of liquid. Okay, example ചോദിക്കും ഹൈഡ്രോമീറ്റർ. കാരണം ഹൈഡ്രോ എന്ന് പറഞ്ഞാൽ എപ്പോഴും വാട്ടറുമായിട്ട് റിലേറ്റ് ചെയ്ത ആളാണ്. ഹൈഡ്രജനെ നമുക്ക് അറിയില്ലേ? ഹൈഡ്രോ എന്ന് പറഞ്ഞാൽ വാട്ടറുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ടേമാണ് ഹൈഡ്രോ കേട്ടോ. അപ്പൊ ഹൈഡ്രോമീറ്റർ എന്ന് പറഞ്ഞാൽ വാട്ടറിന്റെ ഡെൻസിറ്റി ആയിട്ട് കമ്പയർ ചെയ്തിട്ട് ഡെൻസിറ്റി കണ്ടുപിടിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് എന്ത്? ഹൈഡ്രോമീറ്റർ. ഓക്കെ, ഹൈഡ്രോമീറ്റർ. ഇനി ഹൈഡ്രോമീറ്ററിനെ നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഹൈഡ്രോമീറ്ററിനെ ഒരു മിനിറ്റ്,
അപ്പൊ ഹൈഡ്രോമീറ്റർ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ, നിങ്ങൾ എല്ലാവരും ഹൈഡ്രോമീറ്റർ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. ഹൈഡ്രോമീറ്റർ ഒന്ന് എടുത്തു വെച്ചിട്ടില്ല, സോറി. ഹൈഡ്രോമീറ്റർ കണ്ടിട്ടുണ്ടാവല്ലോ അല്ലെ. അപ്പൊ ഹൈഡ്രോമീറ്റർ ശ്രദ്ധിക്കുക. ഹൈഡ്രോമീറ്റർ നമ്മൾ സാധാരണ ലാക്ടോമീറ്ററിനെ പോലെ തന്നെ, അല്ലെങ്കിൽ തെർമോമീറ്റർ കണ്ടിട്ടുണ്ടാവുമല്ലോ, ചെറിയ ക്ലാസ്സിൽ തെർമോമീറ്റർ കണ്ടിട്ടുണ്ടാവും. അതുപോലത്തെ ഒരു അറേഞ്ച്മെന്റ് ആണ്. പക്ഷെ അതിൽ മനസ്സിലാക്കേണ്ടത് ഹൈഡ്രോമീറ്റർ യൂസ് ടു മെഷർ റിലേറ്റീവ് ഡെൻസിറ്റി. റിലേറ്റീവ് ഡെൻസിറ്റി മെഷർ ചെയ്യാൻ ഹൈഡ്രോമീറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഹൈഡ്രോമീറ്റർ യൂസ് ടു റിലേറ്റീവ് ഡെൻസിറ്റി ആയതുകൊണ്ട് നമ്മൾ ഈ ഹൈഡ്രോമീറ്ററിൽ കാണുന്ന റീഡിങ് എന്തായിരിക്കും അറിയോ? റിലേറ്റീവ് ഡെൻസിറ്റി ആയിരിക്കും, ഡെൻസിറ്റി അല്ല. ഓക്കെ, ഡെൻസിറ്റി അല്ല നമ്മൾ കാണുക, എന്തായിരിക്കും? റിലേറ്റീവ് ഡെൻസിറ്റി ആണ്. ഓക്കെ, നമ്മള് പിന്നെ പനി മെഷർ ചെയ്യാൻ, ടെമ്പറേച്ചർ മെഷർ ചെയ്യുകയാണെങ്കിൽ ടെമ്പറേച്ചർ ലെവൽ കിട്ടൂല, എത്ര ഡിഗ്രി സെൽഷ്യസ് എന്ന്. അവിടെ ടെമ്പറേച്ചർ ആണ് മെഷർ ചെയ്യുന്നത്. ഹൈഡ്രോമീറ്ററിൽ നമ്മൾ മെഷർ ചെയ്യുന്നത് റിലേറ്റീവ് ഡെൻസിറ്റി ആണ്, അല്ലാതെ ഡെൻസിറ്റി അല്ല. ഓക്കെ, അപ്പൊ നമ്മള് നിങ്ങൾ ഹൈഡ്രോമീറ്റർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അവിടെ മേലെ കുറെ മാർക്കിംഗ് കാണാൻ പറ്റും. ഓക്കെ, ആ മാർക്കിംഗ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ഹൈഡ്രോമീറ്ററിന്റെ പിന്നെ ലെവൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അവിടെ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് ലെവൽ ഉണ്ടാവും, അതുപോലെ തന്നെ 1നേക്കാളും താഴ്ന്ന ലെവലും ഉണ്ട്. അപ്പൊ നമ്മള് ഏത് ലിക്വിഡിന്റെ, ഏത് ഫ്ലൂയിഡിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി ആണോ കാണേണ്ടത് അതിലേക്ക് ഈ ഹൈഡ്രോമീറ്ററിന്റെ താഴ്ത്തി വെക്കും. ഓക്കെ, ഈ ഹൈഡ്രോമീറ്ററിനെ താഴ്ത്തി വെക്കും. ഇതിനൊരു റീഡിങ്, ഇവിടെ റീഡിങ്സ് ഉണ്ടാവും. അപ്പൊ ഇതിന്റെ പിന്നെ ഈ ഇവിടെ പാത്രത്തിൽ എടുത്തിരിക്കുന്ന ഫ്ലൂയിഡിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി ആണ് കാണേണ്ടതെങ്കിൽ എന്ത് ചെയ്യണം? ഇതിനെ ഇങ്ങോട്ട് ഇറക്കി വെക്കാം. ഇറക്കി വെക്കുമ്പോൾ ഇവിടെ നമുക്ക് റീഡിങ് കാണാൻ പറ്റും. റീഡിങ് ലെസ് ദാൻ 1 ഉണ്ടാവും, ഗ്രേറ്റർ ദാൻ 1 ഉണ്ടാവും. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, റീഡിങ് കാണാൻ റീഡിങ് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ലെസ് ദാൻ 1 ആണെങ്കിൽ എന്തായിരിക്കും? അത് റിലേറ്റീവ് ഡെൻസിറ്റി വാട്ടറിനേക്കാളും കുറവാണ്. ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ എന്തായിരിക്കും? വാട്ടറിനേക്കാളും കൂടുതലാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുക. അപ്പം അതിൽ വാല്യൂസ് ഉണ്ടാവും കേട്ടോ, വാല്യൂസ് വളരെ കൃത്യമായിട്ടുണ്ട്. നമ്മൾ സാധാരണ തെർമോമീറ്ററിലൊക്കെ റീഡിങ് എടുക്കൂലേ, അതുപോലെ ഇതിലും വാല്യൂ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഹോംവർക്ക് തരാം. തൊട്ട് താഴെയുള്ളത് നമ്മൾ ലാക്ടോമീറ്ററിൽ മെഷർ ചെയ്യുന്ന കേസൊക്കെ നമ്മൾ പറയുന്നുണ്ട്, അതൊക്കെ നമുക്ക് അറിയാം. പ്യൂരിറ്റി ഓഫ് മിൽക്ക് മെഷർ ചെയ്യുന്ന ലാക്ടോമീറ്റർ യൂസ് ചെയ്തിട്ട്. അതുപോലെ ഈ ലാക്ടോമീറ്ററും ഹൈഡ്രോമീറ്ററും ഒക്കെ ചെയ്യുന്ന എന്താണെന്നറിയോ? ആ ഡെൻസിറ്റി ഓഫ് വാട്ടർ കമ്പയർ ചെയ്യാൻ. നമ്മളെ പാലിൽ വെള്ളം ചേർക്കുന്ന അറിയാനല്ലേ നമ്മൾ ലാക്ടോമീറ്റർ യൂസ് ചെയ്യാം. അപ്പൊ വെള്ളത്തിന്റെ അളവ് ഡെൻസിറ്റിയും അവിടെ കൂടുതലാവില്ലേ? ഇല്ലേ? പാലിനേക്കാളും ഡെൻസിറ്റി വെള്ളത്തിനാകുമ്പോൾ നമുക്ക് മനസ്സിലാവും വെള്ളത്തിൽ പാലിൽ കുറെ വെള്ളം ചേർത്തിട്ടുണ്ട് അല്ലെ. അപ്പം വാട്ടറിന്റെ ഡെൻസിറ്റി തന്നെയാണ് അവിടെയും മെഷർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ രണ്ട് ഇൻസ്ട്രുമെന്റും ലാക്ടോമീറ്റർ ആണെങ്കിലും ഹൈഡ്രോമീറ്റർ ആണെങ്കിലും യൂസ് ചെയ്യുന്നത് ഏത് വെച്ചിട്ടാണ്? നമ്മുടെ ഡെൻസിറ്റി ഓഫ് വാട്ടർ തന്നെയാണ് ഇവിടെയൊക്കെ രണ്ട് സ്ഥലത്തും മെഷർ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഹോംവർക്ക് തരാം. 4 പോയിന്റ് ഉണ്ട് താഴെ, പേജ് നമ്പർ 14. 4 പോയിന്റും നിങ്ങൾ എഴുതുക. എഴുതിയിട്ട് നോട്ട്ബുക്കിൽ ക്ലിയർ ആക്കി പിന്നെ ചെയ്യാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലായെന്ന് വിചാരിക്കണം. നന്നായിട്ട് പഠിക്കുക. പിന്നെ അടുത്ത ഈ ചാപ്റ്റർ കുറച്ച് ലെങ്തി ആണ്, ഇനിയും ക്ലാസ്സുകൾ ആവശ്യമാണ് ഈ ചാപ്റ്റർ തീരാന്. 3 ക്ലാസ്സുകൾ വേണം. ഓക്കെ, അപ്പൊ ഇത്രയും പഠിച്ചത് വളരെ ക്ലിയർ ആക്കുക, നന്നായിട്ട് ട്രൈ ചെയ്യാം. ഓക്കെ, താങ്ക് യു.